ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. കുറേ നാളായാലും നമ്മൾ കണ്ടിട്ട്. കുറേ നാളായി ഇടയ്ക്കൊരു വീഡിയോ ഇടും, എന്നിട്ട് പിന്നെയും പോവും, പിന്നെയും ഒരു വീഡിയോ ഇടും, പിന്നെയും പോവും, അങ്ങനെയായിരുന്നു. അപ്പം ഇന്ന് വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അഗേട്ടന് ഇന്ന് ലീവാന്ന്, അതുകൊണ്ട് അഗേട്ടന് ഇന്ന് പോകണ്ട, പക്ഷേ എനിക്കിന്ന് പോകണം കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് എല്ലാ വിശേഷങ്ങളും, ഇന്ന് എന്തൊക്കെയോ പരിപാടീസ് ഉണ്ട് വൈകുന്നേരം വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാ വിശേഷങ്ങളും കാണാം കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോവാന്ന്. രാവിലെ എനിക്ക് അവിടെ ഒരു 7 മണി 7:30 ആകുമ്പോൾ എത്തണം കേട്ടോ. 7 മണിയായിരുന്നു ആദ്യം, ഇപ്പം 7:30 ആകുമ്പോൾ എത്തണ്ടു. അപ്പം എന്താ ഹഗേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞത്. ശനിയാഴ്ച ആയതുകൊണ്ട് എപ്പോൾ ഹഗേട്ടൻ കൊണ്ടാക്കുമ്പോൾ നല്ല രസമാണ്. ബാക്കി എല്ലാ ദിവസവും സ്റ്റോപ്പിൽ കൊണ്ടാക്കും കേട്ടോ. അപ്പം പിന്നെ നല്ല കോൾഡ് പിടിച്ച് നല്ല ത്രോട്ട് പെയിനൊക്കെ 2 ദിവസം ലീവായിരുന്നു കോളേജിൽ. അപ്പോൾ പിന്നെ മാസ്ക് എന്തായിട്ടും ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. പണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം മാസ്കിലും PP കിറ്റിലല്ലായിരുന്നു, ഫുൾ ടൈം സാനിറ്റൈസറും ആയിരുന്നു. പക്ഷേ ഇപ്പം കോളേജിൽ വന്ന ശേഷം ആദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പിന്നെ അത് കുറഞ്ഞു കേട്ടോ. പക്ഷേ ഇപ്പം അസുഖം വരുമ്പോൾ പിന്നെയും വീണ്ടും ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മളിതാ ഈ വൈറ്റ്ല ജംഗ്ഷന്ന് ഹൈവേ വഴി പോകാമെന്ന് വിചാരിച്ചു. പൊതുവേ പോകാറ് ഞാൻ ബസ്സിന് പോകുമ്പോൾ തമ്മനം വഴിയാണ് പോകാറ്. വേഗം എത്തും, പക്ഷെ ഹൈവേന്ന് കുറച്ചും കൂടെ വേഗം എത്താറുണ്ട്. നേരെയുള്ള റോഡല്ലേ, മറ്റേ പോലെ വളഞ്ഞും തിരിഞ്ഞിട്ടൊന്നും പോകണ്ടല്ലോ. അപ്പം എത്തിയപ്പോഴാണ് ഇതാ നമ്മൾ പാലാരിവട്ടം പൈപ്പ് ലൈനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പം മെട്രോൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന്. എനിക്ക് കാക്കനാടേക്ക് ഇവിടെ നിന്ന് മെട്രോ കയറി പോയാൽ മതി. മെട്രോൻ്റെ പണി അഗേട്ടനൊക്കെ പണ്ടുണ്ടായ സമയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സ്ഥിരം പോകുന്ന വഴിയായതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് മുതലേ മെട്രോൻ്റെ പണി മുഴുവനും ഇങ്ങനെ കാണുന്നതുകൊണ്ട് ലാസ്റ്റ് വരെ എന്താവും നമുക്ക് നോക്കാം. ഈ ലാസ്റ്റ് എൻഡ് വരെ ഇതുവരെ അങ്ങനെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ ഉള്ളൊരു ഹോട്ടലിൽ കയറി വിശന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല, നമ്മൾ തീരെ വയ്യായിരുന്നു. 2 ദിവസം ഫുൾ കിടപ്പിലായ പോലെയായിരുന്നു. എപ്പോഴും ഇപ്പോഴത്തെ ഫേവറേറ്റ് മസാല ദോശയാണ്. പണ്ട് കോമളത്ത് നിന്ന് കഴിച്ച മസാല ദോശ എപ്പോഴും ഓർമ്മ വരും. കണ്ണൂർ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതലേ മസാല ദോശ ഫാനായിരുന്നു. പക്ഷെ ഇപ്പം ഇന്ന് കഴിച്ച മസാല ദോശ ഭയങ്കര ഷോക്കായിരുന്നു. ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല. ആ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല ഒന്നാമത്. പക്ഷേ കടയൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് രാവിലെ തന്നെയല്ലേ ആരും വരാത്തതായിരിക്കുമെന്ന്, പക്ഷേ ഒരാളും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് മസാല ദോശ വൻ ഷോക്കായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പൊതുവേ ഞാൻ ഒന്നും ബാക്കി വെക്കുമല്ലോ, പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ ബാക്കി വെച്ചാൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കും. കുറേ കഴിഞ്ഞ് അയ്യോ ബാക്കി വെച്ചില്ലേ, ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ ഭയങ്കര ഒരുമാതിരിയാണ്. അതുകൊണ്ടൊന്നും ബാക്കി വെക്കാറില്ല. ആവശ്യത്തിന് മാത്രമേ വാങ്ങാറുള്ളൂ, ആവശ്യത്തിന് മാത്രമേ കഴിക്കാറുള്ളൂ. എങ്ങനെയെങ്കിലും കഴിച്ച് തീർക്കും, ബാക്കി വരാറില്ല. പക്ഷേ വട അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ മസാല ദോശ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ കടയിൽ നിന്ന് കേട്ടോ നമ്മൾ കഴിച്ചത് തീരെ പോരായിരുന്നു. ശ്രീ അഭിരാം എന്ന് പറഞ്ഞ നമ്മളെ പാലാരിവട്ടം തന്നെയുള്ളത്. അങ്ങനെ ഓഫീസിലെത്തി വർക്കൊക്കെ കഴിഞ്ഞ് ഏട്ടൻ കൊണ്ടാക്കി നേരെ വീട്ടിലേക്ക് പോയല്ലോ. പിന്നെ വൈകുന്നേരം വരെ ഫുൾ വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബസ്സിൽ കയറി. ബസ്സിൽ തിരിച്ചു വരുന്ന സമയത്തും അത്യാവശ്യം ഈ ജംഗ്ഷൻ എത്തുന്ന സമയത്തും നല്ല ബ്ലോക്കാവും. ബാക്കി ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇതാ പോലെ എത്തും. അങ്ങനെ നമ്മളിതാ വൈറ്റില ഹബിലെത്തിയാൽ ചില സമയത്തെ ബസ് ഉള്ളിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യാറ്, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ തിരിച്ചെടുക്കും, അവർക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഒരു 5 മണിക്കുള്ളിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അഗേട്ടൊക്കെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് വരെ. അങ്ങനെ ടാഗൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടാഗ് അന്നേ ഉണ്ട്, ഞാൻ ഇടാറ് വളരെ കുറവാണ്. അത് പുറത്തുനിന്ന് ഇടല് കുറവാണ്, ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കളർ ഡ്രസ്സാണ്, ബാക്കിയുള്ള ദിവസം യൂണിഫോമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ അവിടെ ഉത്സവമാണ്, 7ാമത്തെ ദിവസമായി തോന്നുന്നു. അപ്പം ഇന്നവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നാളെ ഫുൾ കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് നാളെ വേറെ തന്നെ ഒരു തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡിയായി. സാരി കേട്ടോ എടുത്തത്. അപ്പം ഇതാ സാരി കൊടുത്തിട്ട് ഇറങ്ങാൻ പോവാം കേട്ടോ. ഇനി നമുക്ക് വഴിയേ കാണാം. അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ ഉത്സവത്തിന് പോകട്ടെ. എറണാകുളത്ത് അപ്പൻ ഉത്സവത്തിന് കുറേ ഉത്സവം ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം എറണാകുളത്ത് അപ്പൻ തീരുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസമായിട്ടോ പോയത്. അവിടെ പോയപ്പോഴത്തേക്ക് പകൽപ്പൂരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ തന്നെ ഫുൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഫുൾ പുകമകയായിരുന്നു. അതുകൊണ്ട് മുന്നിലൂടെ കയറിയിട്ടുണ്ടായിട്ടില്ല, ബാക്ക് സൈഡിലൂടെ കയറി പോയത്. പോകുമ്പോൾ തന്നെ ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉള്ളിൽ ഫുൾ ഗാനമേളയും പാട്ടും എല്ലാം നടക്കുന്നതുകൊണ്ട് ആന ആ പാട്ടിൻ്റെ താളത്തിനൊത്ത്
എടുത്ത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പാവം കുറേ സമയം ഇങ്ങനെ നിൽക്കണ്ടേ, അതിന് ഒരുമാതിരി ആയിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അതിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ആനേനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി. ഇത് എപ്പോഴാണ് ഇതിന് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആന ഇവിടെയുള്ളൂ, ബാക്കി എല്ലാ ആനകളും പകൽപൂരത്തിൻ്റെ അവിടെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ബാക്ക് സൈഡിലോട്ട് ഇതിവിടെ ഉള്ളിലേക്ക് കയറി അങ്ങനെ നല്ല രസമുള്ള പോലെ ഇതാ നമ്മളെ നന്ദീനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്ദീൻ്റെ പേര് കിട്ടുന്നില്ല. നന്ദീനെയൊക്കെ അവിടെ പൂനൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഗാനമേള കേൾക്കാനൊന്നും ഇരുന്നിട്ടില്ല, കുറേ കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് വായിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ഫുള്ളായിട്ട് തൊഴുത് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് സമയം എല്ലാം ഇങ്ങനെ നോക്കി കണ്ടിരുന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഡാൻസ് കാണാനായിട്ടോ. പുറത്തിറങ്ങിയപ്പോൾ കുറേ ഡാൻസ്, ഉള്ളിൽ 2-3 ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുറമേ ഒരു ഡാൻസിൻ്റെ ഇതുണ്ടായിരുന്നു, അവിടെ പോയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കുറേ സമയം കണ്ടിരുന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും. കുറേ സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയം ഉണ്ടായിരുന്നു. ഓരോ ആളെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ശരിക്കും. ഈ ഡാൻസ് കുറേ സമയം നല്ല രസമുണ്ടായിരുന്നു അവർ കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന സമയത്ത് ഓഡിയൻസൊക്കെ ആരും ഉണ്ടായിരുന്നില്ല, ഏകദേശം ഒരു 20 പേരാറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഓഡിയൻസ് അങ്ങ് മുഴുവനായിട്ട് അങ്ങ് ഫുള്ള് നിറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആവേശം കൂടി എല്ലാവർക്കും. പ്രോഗ്രാംസ് അടിപൊളിയായ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം ഈ പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ടായത്, പണ്ട് കളിച്ചൊക്കെ ഓർമ്മ വന്ന് പെട്ടെന്ന് പുഷ്പാഞ്ജലിയൊക്കെ കണ്ട സമയത്ത് നല്ല രസമുണ്ടായിരുന്നു പിള്ളേരുടെ ഡാൻസ്. അപ്പം നമ്മൾ അധികം കാണാൻ ഇരുന്നിട്ടില്ല. ഇപ്പം തന്നെ സമയം ഒരു 10 മണി ആവാനായി കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഡാൻസ് കണ്ടിട്ട് നമ്മളിതാ വേഗം വിടുന്ന്. അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ പകൽപൂരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു. അതിനൊന്നും കാത്തു നിന്നതേ ഇല്ല, കാരണം ഭയങ്കര പുകയും എല്ലാം ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും ആൾക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് തന്നെ ഡൗട്ടായി എന്താണ് ഇപ്പം നടക്കാൻ പോകുന്നത് എന്നൊക്കെ. അപ്പം നല്ല ലൈറ്റ്സൊക്കെ ആക്കിയിട്ട് അടിപൊളിയായിരുന്നു. ഞായറാഴ്ച ലാസ്റ്റ് തീരുന്നുണ്ടായത്, പക്ഷെ അന്ന് വരാൻ പറ്റൂലാത്തതുകൊണ്ട് മുന്നേ വന്നതാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ഒരു പൈനാപ്പിളും 2 വത്തക്കയൊക്കെ വാങ്ങിച്ച്. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് രാത്രി ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കിടക്കുന്ന ഒരു ശീലമായി. വേറൊന്നും ഹെവി ആയിട്ട് അങ്ങനെയൊന്നും കഴിക്കാറില്ല. കഴിക്കും, ഓഫീസ് വിട്ട് വന്നപ്പാട് കഴിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി ഇതുപോലെ വത്തക്ക എന്തെങ്കിലും കഴിക്കും, അത്രയേ ഉള്ളൂ. ഭയങ്കര സുഖമാണ് ഇതുപോലത്തെ വത്തക്കയൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇറ്റ്സ് ദാൻ ബൈ ഫ്രം ആദ്ര അഖിൽ.